സെക്കൻഡ് ചാപ്റ്ററിലേക്ക് നമ്മൾക്ക് പോവാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചു. ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഡെഫിനിഷൻ കൊണ്ടുവരാതെ തന്നെ നമ്മളവിടെ സിമെട്രിക് ഗ്രൂപ്പ് പഠിച്ചിരുന്നു. അപ്പോൾ അതൊരു ഗ്രൂപ്പ് ഫോം ചെയ്യും, അതായത് അതിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം കൂടെ വെച്ചിട്ട് ആ എക്സാമ്പിളിൻ്റെ കുറേ പ്രോപ്പർട്ടീസും അവിടെ പറഞ്ഞതാണ്. ആ പ്രോപ്പർട്ടീസ് എല്ലാം കൂടെ വെച്ചിട്ടൊരു ഗ്രൂപ്പിൻ്റെ ഒരു ഡെഫിനിഷൻ ഇനിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഗ്രൂപ്പ്സ് ഡെഫിനിഷൻ. അതിന് മുമ്പായിട്ട് നമുക്ക് ബൈനറി ഓപ്പറേഷൻ പഠിക്കണം. അത് നിങ്ങൾ പ്ലസ് ടുവിന് പഠിച്ചിട്ടുള്ളതായിരിക്കും. ലെറ്റ് ജി ബി എ സെറ്റ്. എ ബൈനറി ഓപ്പറേഷൻ ഓൺ ജി ഈസ് എ ഫംഗ്ഷൻ ദാറ്റ് അസൈൻസ് ഈച്ച് ഓർഡേർഡ് പെയർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് ജി ആൻഡ് എലമെൻറ്റ് ഓഫ് ജി. അതായത് നമ്മൾ ബൈനറി ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു സെറ്റുണ്ട്, ആ സെറ്റിലെ ഏത് രണ്ട് എലമെൻറ്റ്സ് എടുത്ത് അത് നമ്മൾ ആ ഓപ്പറേഷൻ എന്ന് പറയുന്ന ആ ഒരു ഇത് ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്ന ഒരു എലമെൻറ്റ്, അതിൻ്റെ ഇതായിട്ട് വരുന്ന എലമെൻറ്റും ഇതേ സെറ്റിൽ തന്നെ ഉണ്ടെങ്കിൽ നമ്മളതിനെ ബൈനറി ഓപ്പറേഷൻ എന്ന് വിളിക്കും. ഓക്കെ. നോട്ട് ദ മെമ്പേഴ്സ് ഓഫ് ആൻ ഓർഡേർഡ് പെയർ ഫ്രം ജി കമ്പൈൻ ടു ഈൽഡ് എ ന്യൂ മെമ്പർ ഓഫ് ജി ഈസ് ദ ക്ലോഷർ പ്രോപ്പർട്ടി. അപ്പോൾ അങ്ങനെയുള്ള പ്രോപ്പർട്ടിക്ക് ഒരു പേരുണ്ട്, അതിൻ്റെ പേരാണ് ക്ലോഷർ പ്രോപ്പർട്ടി. ഇപ്പം ഒരു ഗ്രൂപ്പിലെ ഒരു ഓർഡേർഡ് പെയർ എടുത്തു, അതിലെ എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്തിട്ട് അതിലെ തന്നെ മറ്റൊരു എലമെൻറ്റ് വരുന്നു. അങ്ങനെ വരുമ്പോൾ ആ ഓപ്പറേഷനാണ് ബൈനറി ഓപ്പറേഷൻ. എന്ത് ഓപ്പറേഷൻ ചെയ്തപ്പോഴാണോ ഇങ്ങനെ സംഭവിച്ചത് ആ ഓപ്പറേഷൻ ബൈനറി ഓപ്പറേഷനാണ്. അപ്പോൾ ഇങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ, അതായത് ക്ലോസ്ഡ് ആണെന്ന് പറയും, അതായത് എലമെൻറ്റുകൾ ഒന്നും പുറത്തേക്ക് പോകുന്നില്ല, അതിൻ്റെ ഉള്ളിൽ തന്നെ അതിൻ്റെ എലമെൻസിൻ്റെ പ്രോഡക്റ്റുകൾ, അതായത് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ പല രീതിയിൽ നമ്മളെടുക്കുന്ന ഓപ്പറേഷൻ്റെ ഫലം എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ അതെല്ലാം ഒന്നും പുറത്തേക്ക് പോകാതെ അതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുന്നു. ആ ഒരു പ്രോപ്പർട്ടീനെയാണ് നമ്മൾ ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾസ് ഓഫ് ബൈനറി ഓപ്പറേഷൻസ് നോക്കാം. ഒന്നാമത് ഓർഡിനറി അഡിഷൻ, സബ്ട്രാക്ഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഇൻഡിജേഴ്സ്. ഇതെല്ലാം ബൈനറി ഓപ്പറേഷൻസ് ആണ്. കാരണം ഇത്രയും ഓപ്പറേഷൻസ് ഇൻഡിജേഴ്സിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഇൻഡിജേഴ്സ് ആയിരിക്കും കിട്ടുന്നത്. ഡിവിഷൻ ഓഫ് ഇൻഡിജേഴ്സ് ഈസ് നോട്ട് എ ബൈനറി ഓപ്പറേഷൻ ഓൺ ദ ഇൻഡിജേഴ്സ് ബിക്കോസ് ആൻ ഇൻഡിജർ ഡിവൈഡഡ് ബൈ ആൻ ഇൻഡിജർ നീഡ് നോട്ട് ബി ആൻ ഇൻഡിജർ. അപ്പം ഡിവിഷൻ എന്ന് പറയുന്നത് ഒരു എന്താവണമെന്നില്ല, ബൈനറി ഓപ്പറേഷൻ ആകണമെന്നില്ല. കാരണം ഒരു ഇൻഡിജറിനെ മറ്റൊരു ഇൻഡിജർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിജർ കിട്ടണമെന്നില്ല. ദി ഓപ്പറേഷൻ അഡിഷൻ മോഡുലോ എൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ എൻ ഓൺ ഇസഡ് എൻ. ഇസഡ് എന്ന് പറഞ്ഞ സെറ്റ് 0, 1 എക്സെട്രാ അപ് ടു n-1 വരെയുള്ള നമ്പർ ആ ഒരു സെറ്റാണെന്ന് അറിയാമല്ലോ. അവിടെ അഡിഷൻ മോഡുലോ എന്നും മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ എന്നും അത് അവിടെ ബൈനറിയാണ്. പിന്നെ ഈ ബൈനറി എന്ന് പറയുന്നത് എല്ലാ എലമെൻറ്റ്സിനും ഏതൊരു ഓർഡേർഡ് പെയർ എടുത്താലും ആ ഓർഡേർഡ് പെയറിലെ രണ്ട് എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന എലമെൻറ്റ് ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്യാതിരുന്നാലും നമ്മുടെ ഇതെന്ന് പറയുന്നത് ബൈനറി അല്ലാതെ ആവും. ഓക്കെ. ഡെഫിനിഷൻ. ഗ്രൂപ്പ്. ലെറ്റ് ജി ബി എ സെറ്റ് ടുഗദർ വിത്ത് എ ബൈനറി ഓപ്പറേഷൻ യൂഷ്വലി കോൾഡ് മൾട്ടിപ്ലിക്കേഷൻ ദാറ്റ് അസൈൻസ് ടു ഈച്ച് ഓർഡേർഡ് പെയർ എ ബി ഓഫ് എലമെൻറ്റ്സ് ഓഫ് ജി ആൻ എലമെൻറ്റ് ഇൻ ജി ഡിനോട്ടഡ് എ ബി. We say that G is a group under this operation if the following three properties are satisfied. അപ്പോൾ ഒരു ഗ്രൂപ്പിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ജി എന്ന് പറഞ്ഞാൽ സെറ്റ് ടുഗദർ വിത്ത് എ ബൈനറി ഓപ്പറേഷൻ. സെറ്റ് ഉണ്ട്, അതിലൊരു ബൈനറി ഓപ്പറേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മൾട്ടിപ്ലിക്കേഷൻ എന്ന് സാധാരണ പറയും, ശരിക്കും യൂഷ്വൽ മൾട്ടിപ്ലിക്കേഷൻ തന്നെ ആവണമെന്നില്ല, ഏത് ഓപ്പറേഷൻ വേണേലും ആകാം. മൾട്ടിപ്ലിക്കേഷൻ എന്നും പ്രോഡക്റ്റ് എന്നും ഒക്കെ പറഞ്ഞാൽ ആ ഓപ്പറേഷൻ അവിടെ ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഓപ്പറേഷൻ അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ദാറ്റ് അസൈൻസ് ടു ഈച്ച് ഓർഡേർഡ് പെയർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് ജി ആൻഡ് എലമെൻറ്റ് ഇൻ ജി ഡിനോട്ടഡ് എ ബി. അപ്പം എ ബി ഓർഡേർഡ് പെയർ എ ബി എടുത്താൽ അതിനെ എ ഇൻറ്റു ബിയിലേക്കാണ് നമ്മൾ അസൈൻ ചെയ്തിരിക്കുന്നത്. വി സേ ദാറ്റ് ജി ഈസ് എ ഗ്രൂപ്പ് അണ്ടർ ദിസ് ഓപ്പറേഷൻ ഇഫ് ദ ഫോളോയിങ് ത്രീ പ്രോപ്പർട്ടീസ് ആർ സാറ്റിസ്ഫൈഡ്. അപ്പോൾ ഇത് ഒരു ഗ്രൂപ്പ് ആണ് എന്ന് പറയണമെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്നാമത്തെ അസോസിയേറ്റിവിറ്റി. ദ ഓപ്പറേഷൻ ഈസ് അസോസിയേറ്റീവ്, ദാറ്റ് ഈസ് എ ബി ഇൻറ്റു സി ഈക്വൽ ടു എ ഇൻറ്റു ബി സി ഫോർ ഓൾ എ ബി സി ഇൻ ക്യാപിറ്റൽ ജി. ഒന്നാമത്തേതാണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. ഓപ്പറേഷൻ അസോസിയേറ്റീവ് ആയിരിക്കണം. ഈ പ്രോപ്പർട്ടീനെയാണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഐഡൻറ്റിറ്റി ഉണ്ടായിരിക്കണം. ദെയർ ഈസ് ആൻ എലമെൻറ്റ് ഇ കോൾഡ് ദി ഐഡൻറ്റിറ്റി ഇൻ ജി സച്ച് ദാറ്റ് എ ഈക്വൽ ടു ഇ, എ ഈക്വൽ ടു എ ഫോർ ഓൾ എ ഇൻ ജി. മൂന്നാമത്തെ ഇൻവേഴ്സസ്. ഫോർ ആൻ എലമെൻറ്റ് എ ഇൻ ജി ദെയർ ഈസ് ആൻ എലമെൻറ്റ് ബി ഇൻ ജി കോൾഡ് ആൻ ഇൻവേഴ്സ് ഓഫ് എ സച്ച് ദാറ്റ് എ ബി ഈക്വൽ ടു ബി, എ ഈക്വൽ ടു ഐഡൻറ്റിറ്റി. അപ്പോൾ ഓരോ എലമെൻറ്റ്, രണ്ടാമത് പറഞ്ഞ ഐഡൻറ്റിറ്റി എന്താണെന്നറിയോ, നമ്മൾ ഒരു എലമെൻറ്റിനെ
ഒരു മറ്റൊരു എലമെൻറ്റ് ഇ എന്നതിനെ നമുക്ക് വിളിക്കാം. അതുകൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലെഫ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ റൈറ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് അതേ എലമെൻറ്റ് തന്നെ കിട്ടണം. അങ്ങനെയുള്ളൊരു എലമെൻറ്റിനെയാണ് ഐഡൻറ്റിറ്റി എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഒരു എലമെൻറ്റ് ഉണ്ടാവണം. അതായത് ഗ്രൂപ്പിലെ ഏതൊരു എലമെൻറ്റിനെയും നമ്മുടെ ഐഡൻറ്റിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതേ എലമെൻറ്റ് തന്നെ ആയിരിക്കും കിട്ടേണ്ടത്. അങ്ങനെ ഒരു ഐഡൻറ്റിറ്റി അവിടെ ഉണ്ടാവണം. ഇൻവേഴ്സസ് ഫോർ ഈച്ച് എലമെൻറ്റ് എ ഇൻ ജി. ഓരോ എലമെൻറ്റ് എയ്ക്കും മറ്റൊരു എലമെൻറ്റ് ഉണ്ടാവണം, ബി എന്ന് പറയുന്ന ഒരു എലമെൻറ്റ്, സച്ച് ദാറ്റ് എയും ബി എ ബി ഈസ് ഈക്വൽ ടു ബി എ ഈസ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി. ഓക്കെ, അടുത്തത് അബീലിയൻ ആൻഡ് നൺ അബീലിയൻ ഗ്രൂപ്പ്. ഇഫ് എ ഗ്രൂപ്പ് ഹാസ് ദി പ്രോപ്പർട്ടി ദാറ്റ് എ ബി ഈസ് ഈക്വൽ ടു ബി എ ഫോർ എവരി പെയർ ഓഫ് എലമെൻറ്റ്സ് എ ആൻഡ് ബി, വി സേ ദ ഗ്രൂപ്പ് ഈസ് അബീലിയൻ. അപ്പോൾ ഇഫ് എ ഗ്രൂപ്പ് ഹാസ് എ പ്രോപ്പർട്ടി ദാറ്റ് എ ബി ഈസ് ഈക്വൽ ടു ബി എ ഫോർ എവരി പെയർ. അപ്പോൾ ഏത് രണ്ട് എലമെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാലും എ ബി ഈസ് ഈക്വൽ ടു ബി എ ആണെങ്കിൽ നമ്മൾ ഗ്രൂപ്പ് അബീലിയൻ ആണെന്ന് പറയും. ദ എ ഗ്രൂപ്പ് ഈസ് നൺ അബീലിയൻ ഇഫ് ദർ ഇസ് സം പെയർ ഓഫ് എലമെൻറ്റ്സ് എ ആൻഡ് ബി ഫോർ വിച്ച് എ ബി നോട്ട് ഈക്വൽ ടു ബി എ. അപ്പോൾ നൺ അബീലിയൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പെയറിന് എ ബി നോട്ട് ഈക്വൽ ടു ബി എ ആണെങ്കിൽ നമ്മളതിനെ നൺ അബീലിയൻ ഗ്രൂപ്പ് എന്ന് പറയും. ഓക്കെ, ഇത് ഇത്രയാണ് നമുക്കുണ്ടായിരുന്ന ഡെഫിനിഷൻസ്. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ദ സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ് ഇസഡ്, ദ സെറ്റ് ഓഫ് the set of rational numbers q and the set of real numbers r are all groups under ordinary addition. In each case the identity element is 0. Inverse of a is minus a. അപ്പോൾ ഇൻറ്റിജേഴ്സിൻ്റെ സെറ്റ്, റാഷണൽ നമ്പേഴ്സ്, സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്, ഇതെല്ലാം ഗ്രൂപ്പ്സ് ആണ് അണ്ടർ ഓർഡിനറി അഡിഷൻ. ഇൻ ഈച്ച് കേസ് ദി ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് പറയുന്നത് 0 ആണ്. പിന്നെ ദ ഇൻവേഴ്സ് ഓഫ് എ എന്ന് പറയുന്നത് മൈനസ് എ ആണ്. ഓക്കെ, 0 നമ്മൾ ഏതിൻ്റെ കൂടെ ആഡ് ചെയ്താലും നമുക്ക് അതേ എലമെൻറ്റ് തന്നെ കിട്ടും. എയുടെ അപ്പം ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് 0 ആണ്. പിന്നെ ഇനി എയുടെ കൂടെ മൈനസ് എ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഐഡൻറ്റിറ്റി ഏത് എന്നോട് ചേർന്നപ്പോഴാണോ കിട്ടിയത് അതാണല്ലോ അതിൻ്റെ ഇൻവേഴ്സ്. നമ്പർ 2, ദ സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ് അണ്ടർ ഓർഡിനറി മൾട്ടിപ്ലിക്കേഷൻ ഈസ് നോട്ട് എ ഗ്രൂപ്പ് സിൻസ് ദ നമ്പർ ബി ഈസ് ദി ഐഡൻറ്റിറ്റി. Since the number b is the identity, property 3 fails. അപ്പോൾ സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ് എടുക്കുന്നു ഓർഡിനറി മൾട്ടിപ്ലിക്കേഷനിൽ, അത് ഗ്രൂപ്പ് അല്ല. കാരണം സിൻസ് ദ നമ്പർ b is the identity, property 3 fails. ഫോർ എക്സാമ്പിൾ there is no integer b such that y into b is equal to 1. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ 1 എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി എലമെൻ്റാണെന്ന് കാണാൻ സാധിക്കും. 1നെ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് 1 തന്നെ അതേ എലമെൻറ്റ് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ 1 ആണ് ഐഡൻറ്റിറ്റി. ഇനി 5 എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് എടുത്തിട്ട് അതിനെ ഏത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 കിട്ടും. യൂഷ്വലി നമുക്കറിയാം 1/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ്. പക്ഷേ ഈ 1/5 എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ അല്ല. സോ അതെന്തല്ല, ഗ്രൂപ്പ് അല്ല. ദ സബ്സെറ്റ് 1 - 1 i - i ഓഫ് ദി കോംപ്ലക്സ് നമ്പേഴ്സ് ഈസ് എ ഗ്രൂപ്പ് അണ്ടർ കോംപ്ലക്സ് മൾട്ടിപ്ലിക്കേഷൻ. നോട്ട് ദാറ്റ് -1 ഈസ് ഇറ്റ്സ് ഓൺ ഇൻവേഴ്സ് whereas the inverse of i is -i and vice versa. അപ്പോൾ കണ്ടല്ലോ, സെറ്റ് 1 - 1 i - i കോംപ്ലക്സ് നമ്പേഴ്സ് ഗ്രൂപ്പ് അണ്ടർ കോംപ്ലക്സ് മൾട്ടിപ്ലിക്കേഷൻ. -1ൻ്റെ ഇൻവേഴ്സ് -1 തന്നെയാണ്. പിന്നെ ഐയുടെ ഇൻവേഴ്സ് -i ആണ്. തിരിച്ച് -iയുടെ ഇൻവേഴ്സ് i തന്നെയാണ്. രണ്ടോട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് എപ്പോഴും 1 ആയിരിക്കും കിട്ടുന്നത്. അടുത്ത എക്സാമ്പിൾ, ദ സെറ്റ് ഓഫ് ക്യൂ പ്ലസ് ഓഫ് പോസിറ്റീവ് റാഷണൽസിനെയാണ് ക്യൂ പ്ലസ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത് കേട്ടോ. ക്യൂ പ്ലസ് ഓഫ് പോസിറ്റീവ് റാഷണൽസ് ഈസ് എ ഗ്രൂപ്പ് അണ്ടർ ഓർഡിനറി മൾട്ടിപ്ലിക്കേഷനിൽ ക്യൂ പ്ലസ് എന്ന് പറയുന്നത് എന്താണ്, ഗ്രൂപ്പായിരിക്കും. ദ ഇൻവേഴ്സ് ഓഫ് എ 1/a. ഇവിടെ 1/a എന്ന് പറയുന്നത് റാഷണൽ നമ്പറാണ്. അതേ സെറ്റിൽ തന്നെ വരുന്നുണ്ട്. നമ്മൾ നേരത്തെ എടുത്ത ഇൻറ്റിജേഴ്സ് ആയിരുന്നു. ഇൻറ്റിജേഴ്സിനകത്തിൽ 1/5 ഇല്ല. അതേപോലെ അങ്ങനെ വരുന്ന ഫ്രാക്ഷൻസ് ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ടാണ് അത് എന്താകാഞ്ഞത്, ഗ്രൂപ്പ് ആകാഞ്ഞത്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ എടുക്കുന്ന സെറ്റ് പോസിറ്റീവ് റാഷണൽസ് ആണ്. അപ്പോൾ എ എടുത്തു കഴിഞ്ഞാൽ 1/a എന്ന് പറയുന്നത് നമുക്ക് ക്യൂ പ്ലസിനകത്തിൽ ഉണ്ടായിരിക്കും. The set S of positive irrational numbers together with the 1 under multiplication satisfies these properties given in the definition of a group. Set S of positive irrational numbers. Positive irrational numbers and a set ആണ് ക്യാപിറ്റൽ S. Together with the 1
അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ഇറാഷണൽ നമ്പേഴ്സിൻ്റെ കൂടെ നമ്മൾ 1 കൂടെ ചേർക്കുന്നു കേട്ടോ. സാറ്റിസ്ഫൈസ് ദ 3 പ്രോപ്പർട്ടീസ് ഗിവൺ ദ ഡെഫിനിഷൻ ഓഫ് എ ഗ്രൂപ്പ്. പറഞ്ഞ പ്രോപ്പർട്ടീസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, പക്ഷേ ബട്ട് ഇറ്റ്സ് നോട്ട് എ ഗ്രൂപ്പ്. കാരണം എന്തെന്നറിയോ, ഇത് ക്ലോസ്ഡ് അല്ല. √2 × √2, √2 ഇറാഷണൽ നമ്പേഴ്സാണ്. രണ്ടോട്ട് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 കിട്ടും. പക്ഷേ ഈ 2 എന്ന് പറയുന്നത് എവിടെ ഇല്ല, നമ്മുടെ സെറ്റിനകത്തില്ല. അതൊരു റാഷണലാണ്, ഇറാഷണൽ അല്ല. ദാറ്റ് ഈസ് ഇസ് നോട്ട് ക്ലോസ്ഡ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ. അടുത്തത് സെറ്റ് ഓഫ് ഓൾ 2x2 മെട്രിസസ് വിത്ത് റിയൽ എൻട്രീസ് ഈസ് എ ഗ്രൂപ്പ് അണ്ടർ കമ്പോണൻറ്റ് വൈസ് അഡിഷൻ. ദാറ്റ് ഈസ് A1 B1 C1 D1 പ്ലസ് A2 B2 C2 D2 ഈസ് ഈക്വൽ ടു A1 പ്ലസ് A2 B1 പ്ലസ് B2 C1 പ്ലസ് C2 D1 പ്ലസ് D2. സെറ്റ് ഓഫ് ഓൾ 2x2 മെട്രിസസ് വിത്ത് റിയൽ എൻട്രീസ് എന്ന് പറഞ്ഞാൽ ABCD ആ ഫോമിൽ വരുന്ന മെട്രിസസ് ആണ്, റിയൽ എൻട്രീസ് ആണ്. ഗ്രൂപ്പ് അണ്ടർ കമ്പോണൻറ്റ് വൈസ് അഡിഷൻ ആണ്. അപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്നുണ്ടല്ലോ അഡിഷൻ. അപ്പോൾ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് 0 മെട്രിക്സ്. പിന്നെ ABCDയുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് -A -B -C -D. അടുത്ത എക്സാമ്പിൾ, ദ സെറ്റ് ZN is equal to 0 1 etc. up to n-1 for n greater than or equal to 1 is a group under addition modulo n for any j greater than 0 in Zn. The inverse of j is n-j. This group is known as the group of inverse integers modulo n. The set Zn കണ്ടല്ലോ, for n greater than or equal to 1 is a group under addition modulo n. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഇതൊരു എക്സാമ്പിളാണ്. ഫോർ എനി ജെ ഗ്രേറ്റർ ദാൻ 0 ഇൻ Zn എടുത്തു കഴിഞ്ഞാൽ ഇൻവേഴ്സ്, അപ്പോൾ ഇൻവേഴ്സിന് മുമ്പായിട്ട് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് അഡിഷൻ മോഡലോ n ആയാലും അത് 0 തന്നെയാണ്. പിന്നെ ഇൻവേഴ്സ് ഓഫ് ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n-j ആണ്. രണ്ടും കൂടെ ചേരുമ്പോൾ നമുക്ക് n-jയും ജെയുടെ ചേരുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ, n ആണ്. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 0 ആണ്, ഐഡൻറ്റിറ്റിയാണ്. So this group is known as the group of integers modulo n. Okay. അടുത്ത റിമാർക്ക്, we can form groups by eliminating the terms which do not obey the group axioms. The following are some examples. അപ്പോൾ ഈ ഗ്രൂപ്പ് ഫോം ചെയ്യാത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില എലമെൻറ്റ്സ് എന്തെങ്കിലുമൊക്കെ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യാതെ വരുമ്പോഴായിരിക്കും. അപ്പോൾ ഇത്തരം എലമെൻറ്റ്സിനെ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചില കേസുകളിൽ അത് ഗ്രൂപ്പ് ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. The set R star of non-zero real numbers is a group under ordinary multiplication. The identity is 1. The inverse of A is -1/A. അപ്പോൾ R star എടുക്കുന്നത് non-zero real numbers, 0 വരുമ്പോഴാണ് അവിടെ നമുക്ക് പ്രശ്നം വരുന്നത്. ഇറ്റ്സ് എ ഗ്രൂപ്പ് അണ്ടർ ഓർഡിനറി മൾട്ടിപ്ലിക്കേഷൻ. ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താലും അതേ എലമെൻ്റ് തന്നെ കിട്ടും. എയുടെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/A ആണ്. അപ്പോൾ 0 എന്ന് പറയുന്നത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ 1/0 എന്ന് പറയുന്നത് അതിനകത്ത് ഇല്ലാത്ത കാരണം ഒരു പ്രശ്നം വരും. 0യുടെ ഇൻവേഴ്സ് ചെയ്ത് എന്നുള്ള ചോദ്യങ്ങൾ വരും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 0നെ ഇല്ലാതെ എടുത്തു കഴിഞ്ഞാൽ അത് ഗ്രൂപ്പാവും. എക്സാമ്പിൾ 9, ദ ഡിറ്റർമിനൻ്റ് ഓഫ് ദ 2x2 മെട്രിക്സ് ABCD ഈസ് ദ നമ്പർ AD - BC. അതെല്ലാവർക്കും അറിയാമല്ലോ. If A is 2x2 matrix, dit A denotes the determinant of n. Dit A നമുക്ക് ഇനി മുതൽ പറയാം. The set GL2R കണ്ടല്ലോ, ജനറൽ ലീനിയർ ഗ്രൂപ്പ് എന്ന് വിളിക്കും. സെറ്റ് ഓഫ് ഓൾ 2x2 മെട്രിസസ് വിത്ത് such that AD - BC, ABCD such that AD - BC not equal to 0 of 2x2 matrices with the real entries ആണ്. And non-zero determinant is a non-abelian group under the operation. ഇപ്പോൾ ഇത് non-abelian group under the operation, താഴെ പറഞ്ഞിരിക്കുന്ന ഓപ്പറേഷൻ കണ്ട് സാധാരണ മെട്രിക്സ് അഡിഷനാണ്. For if A, B, A, B belongs to GL2R, then dit A not equal to 0 not equal to dit B. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ക്ലോഷർ പ്രോപ്പർട്ടി ഉണ്ടോയെന്ന് കാണിക്കാൻ വേണ്ടി എയും ബിയും GL2R എടുത്തു. dit A not equal to 0, dit B not equal to 0 ആണ്. ഇപ്പോൾ dit A B എന്ന് പറഞ്ഞാൽ dit A into dit B ആണ്. ബൈ പ്രോപ്പർട്ടി ഓഫ് ഡിറ്റർമിനൻറ്റ് not equal to 0 implies A B belongs to GL2R. അടുത്തത് അസോസിയേറ്റിവിറ്റി. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് ഓൾവേസ് അസോസിയേറ്റീവ്. അത് +2 പഠിക്കുന്നതാണ്. അത് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് 1001 ഐഡൻറ്റി മെട്രിക്സ് ആണ്. ഇൻവേഴ്സ് ഓഫ് AB എന്ന് പറഞ്ഞാൽ D/AD - BC -B/AD - BC -C/AD - BC A/AD - BC.
1 ഡിറ്റർമിൻ്റെ ഇൻറ്റു അഡ്ജ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതാണത്. ദിസ് വെരി ഇമ്പോർട്ടൻറ്റ് അൺഅബെലിയൻ ഗ്രൂപ്പ് ഈസ് കോൾഡ് ദി general linear group of 2 by 2 matrices over R. Example 10, the set of 2 by 2 matrices with real entries is not a group under the operation defined in example 9. Set of 2 by 2 matrices with real entries is not a group under the operation defined in example. ഇതൊരു ഗ്രൂപ്പ് അല്ല. Inverses do not exist when the determinant is 0. ഓക്കെ, അപ്പം നമുക്ക് എക്സാമ്പിൾ 9 പറഞ്ഞ ഓപ്പറേഷൻ ഏതാണ്? സെറ്റ് ഓഫ് 2 by 2 matrices with real entries is not a group under the operation defined in example 9. Inverses do not exist when the determinant is 0. അപ്പോൾ ഡിറ്റർമിനൻ്റ്, അപ്പം തൊട്ട് മുമ്പ് പറഞ്ഞാൽ നമ്മൾ ഡിറ്റർമിനൻ്റ് നോൺ സീറോ ആകുന്ന മെട്രിസസ് ജനറൽ ലീനിയർ ഗ്രൂപ്പിൻ്റെ മാത്രം കാര്യമാണ് പറഞ്ഞത്. അതിനകത്ത് എല്ലാ മെട്രിക്സും വരുന്നില്ല, ഡിറ്റർമിനൻ്റ് നോൺ സീറോ വരുന്നത് മാത്രമേ വരുന്നുള്ളൂ. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റൂ. കാരണം ഇൻവേഴ്സ് കണ്ടുപിടിക്കുമ്പോൾ അതിൽ 1/AD - BC എന്ന് പറയുന്ന ടേമുണ്ട്. ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഡിറ്റർമിനൻ്റ് 0 ആണെങ്കിൽ AD - BC എന്ന് പറയുന്നത് 0. അപ്പോൾ ഇതൊന്നും ഇങ്ങനെ ആവത്തില്ല. സോ നമുക്ക് സെറ്റ് ഓഫ് ഓൾ 2 by 2 മെട്രിസസിനകത്ത് ഇത് പറയാൻ പറ്റത്തില്ല, ജനറൽ ലീനിയർ ഗ്രൂപ്പിൽ മാത്രമേ പറയാൻ പറ്റൂ. എക്സാമ്പിൾ 11, ദ ഇൻറ്റിജർ എ ഹാസ് എ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് മോഡുലോ n if and only if n and a are relatively prime. So for each n greater than 1, we define u of n to be the set of all positive integers less than n and relatively prime to n. Then u of n is a group under multiplication modulo n. അപ്പോൾ ഇൻറ്റിജേഴ്സ് ആൻ ഇൻറ്റിജർ എ ഹാസ് എ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴാണ്? മോഡുലോ n ഇഫ് ആൻഡ് ഓൺലി എയും എന്നും റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ എയ്ക്ക് ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് മോഡുലോ n ഉണ്ടായിരിക്കും, എന് റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ. സോ ഫോർ ഈച്ച് n greater than 1, വി ഡിഫൈൻ യു എഫ് n എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്: സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ലെസ് ദാൻ n ആൻഡ് റിലേറ്റീവ്ലി പ്രൈം ടു n. ഓക്കെ, യു എഫ് എന്നകത്ത് വരുന്ന ആൾക്കാർ. ദെൻ യു എഫ് n ഈസ് എ ഗ്രൂപ്പ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ n. ക്ലിയർലി നമുക്ക് 2 എലമെൻറ്റ്സ് എടുത്ത് അതിൽ 2 എലമെൻറ്റ്സ് എടുത്തിട്ട് മോഡ് എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിൽ തന്നെ ആയിരിക്കും വരിക. ഫോർ എക്സാമ്പിൾ യു ഓഫ് 10 എഴുതിയിരിക്കുന്നുണ്ടല്ലോ, എൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കണ്ടോ. എഫ് n ഈസ് എ പ്രൈം, ദെൻ യു ഓഫ് n ഈസ് ഈക്വൽ ടു 1 2 എക്സെട്ര അപ് ടു n - 1. n പ്രൈം ആണെങ്കിൽ യു ഓഫ് n എന്ന് പറയുന്നത് അത്രയും അതിൻ്റെ താഴെയുള്ള അത്രയും എലിമെൻറ്റ്സും അതുമായിട്ട് പ്രൈം ആറ്, അതുകൊണ്ട് അത് മുഴുവൻ വരും. Example 12, the set 0 1 2 3 is not a group under multiplication modulo 4. All the 1 and 3 are inverses, have inverses, the elements 0 and 2 do not. ഇപ്പോൾ എഴുതിയിരിക്കുന്ന സെറ്റ് ഒരു ഗ്രൂപ്പ് അല്ല, മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ 4 ആണ് അവിടുത്തെ ഓപ്പറേഷൻ. 1 ഉം 3 ഇൻവേഴ്സസ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും, പക്ഷേ 0 നും 2 നും ഇൻവേഴ്സ് ഇല്ല. അതുകൊണ്ട് എക്സാമ്പിൾ 30, ദ സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ് അണ്ടർ സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത് ഈസ് നോട്ട് എ ഗ്രൂപ്പാണ്. കാരണം അതെന്ന് പറഞ്ഞാൽ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി അവിടെ ഹോൾഡ് ചെയ്യത്തില്ല, അതുകൊണ്ട്